വടക്കംനാഥനെ സാക്ഷിയാക്കി തൃശൂരിൽ ഇന്ന് പൂരവിളംബര ചടങ്ങിനായി നീത്തലക്കാവിൽ അമ്മ പുറപ്പെട്ടു. നീത്തലക്കാവിൽ അമ്മയുടെ തിടമ്പുമേന്തി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറക്കും. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം നടക്കുക. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് തെക്കേ ഗോപുര നടയിൽ നിന്നും. കിരൺ, ഇപ്പോൾ തിടമ്പുമേന്തി ശിവകുമാർ പുറപ്പെട്ടു കഴിഞ്ഞു. വിവരങ്ങൾ. ആതിര, തെക്കേ ഗോപുര നട തുറക്കുന്നതിന് വേണ്ടി നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടിരിക്കുകയാണ്. നെയ്തലക്കാവിലമ്മ എഴുന്നള്ളി വരുന്ന കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ വിയൂര് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും എഴുന്നള്ളി ദേവി വടക്കുംനാഥന് മുന്നിലെത്തുകയും പിന്നീട് വടക്കുംനാഥനെ വണങ്ങിയതിന് ശേഷം തെക്കേ ഗോപുര നട തുറക്കുന്നതോടുകൂടിയാണ് പൂരവിളംബരം ആരംഭിക്കുന്നത്. ഈ നാളെ നടക്കുന്ന തൃശ്ശൂർ പൂരത്തിനെത്തുന്ന ഘടകപൂരങ്ങൾക്ക് സ്വീകരണം നൽകിക്കൊണ്ട് അവർക്ക് ഘടകപൂരങ്ങൾക്ക് അകത്തേക്ക് കടക്കാനായിട്ടുള്ള പ്രവേശന അനുമതി നൽകിക്കൊണ്ടാണ് ഈ തെക്കേ ഗോപുര നട തുറക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അതിൻ്റെ ആവേശത്തിലേക്ക് കടക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ തെക്കേ ഗോപുര നട തുറക്കുന്നതോടുകൂടി ആവുന്നത്. അതായത് ഇന്ന് ഈ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തുന്നതോടുകൂടിയാണ് തൃശ്ശൂർ പൂരം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം കൊടികേറിയതോടുകൂടി തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പല രീതിയിലുള്ള ചടങ്ങുകൾ, പ്രത്യേകിച്ച് ഈ ആനച്ചമയ പ്രദർശനം, സാമ്പിൾ വെടിക്കെട്ട്, ഇതൊക്കെയെല്ലാം നടന്നു. എന്നിരുന്നാൽ പോലും പൂരത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, ആവേശത്തിൻ്റെതായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നത് അത് തെക്കേ ഗോപുര നട തുറക്കുന്നതോടുകൂടിയാണ്. ഇപ്പോഴിവിടുന്ന് ഈ ദേവിയെ എഴുന്നള്ളി വരുന്നത് അത് ഈ നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. ഇവിടെ നിന്നും വടക്കുംനാഥൻ ക്ഷേത്രത്തിന് സമീപം മണികണ്ഠൻ ആലിൻ്റെ അവിടെ എത്തുന്നതോടുകൂടിയാണ് ഈ പൂരത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക്, അതായത് അവിടെ നിന്നും പിന്നീട് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ, അതായത് നാദസ്വരത്തിൻ്റെ അകമ്പടിയിലാണെങ്കിൽ പിന്നീട് അവിടെ നിന്നും രൗദ്രഭാവത്തിലുള്ള അകമ്പടിയോടുകൂടി, മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പിന്നീട് ദേവി വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു മേളത്തിൻ്റെ ആവേശം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിൻ്റെ ആദ്യ പടിയാണ് തെക്കേ ഗോപുര നട തുറക്കുക എന്നുള്ളത് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏതായാലും തെക്കേ ഗോപുര നട തുറക്കുന്നതിന് വേണ്ടി ദേവി എഴുന്നള്ളി പോവുകയാണ്. നാളെ രാവിലെ നടക്കുന്ന പൂരങ്ങൾക്ക്, നാളെ മുതൽ രാവിലെ മുതൽ തന്നെ ആരംഭിക്കുന്ന പൂരങ്ങൾക്ക് പ്രവേശനാനുമതി നൽകിക്കൊണ്ടാണ് ഏതായാലും ഈ തെക്കേ ഗോപുര നട തുറക്കുന്നത്. ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് ദേവിയുടെ തിടമ്പുമായി വരുന്നത്. നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പലതവണ ദേവിയുടെ തിടമ്പേന്തിക്കൊണ്ട് തെക്കേ ഗോപുര നട തുറന്നു വന്നിട്ടുണ്ട്. അതൊക്കെയെല്ലാം തന്നെ വലിയ ആവേശ കാഴ്ച തന്നെയായിരുന്നു. ഇനി തെക്കേ ഗോപുര നട തുറന്നുകൊണ്ട് ദേവി എഴുന്നള്ളുന്നതോടുകൂടി തന്നെയാണ് പ്രധാനമായിട്ടും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരം നടക്കുന്നത്. ആതിര, കിരൺ, ഈ മറ്റ് ഘടകപൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നീത്തലക്കാവിലെ കൊടിയേറ്റ് ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യങ്ങൾ കൂടി അതിന് ഈ ഘടകപൂരങ്ങൾ, അതായത് നാളെ നടക്കുന്ന പ്രധാനപ്പെട്ട പൂരങ്ങൾക്കെല്ലാം തന്നെ അനുമതി, അതായത് ഈ തൃശ്ശൂർ വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുര നട അത് സാധാരണ സമയങ്ങളിൽ ഒന്നും തന്നെ തുറക്കാറില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്, അതായത് തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയാണ് ഈ നട തുറക്കുന്നത്. അത് ഈ നട തുറക്കുന്നതോടുകൂടിയാണ് ഘടകപൂരങ്ങൾക്ക് വടക്കുംനാഥനെ വണങ്ങി പിന്നീട് പൂരപ്പറമ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. ഇങ്ങനെ ഉള്ളൊരു ചടങ്ങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഗോപുര നട തുറന്നു കൊടുക്കാൻ അതിനുള്ള അനുമതി അത് നെയ്തലക്കാവിൽ അമ്മയുടെ അവകാശമാണ്. നെയ്തലക്കാവിൽ അമ്മ ഇന്ന് ഇവിടെ നെയ്തലക്കാവിൽ നിന്ന് എഴുന്നള്ളി വടക്കുംനാഥനെ തൊഴുത് അതിനുശേഷം തെക്കേ ഗോപുര നട തുറന്നു കൊടുക്കുന്നു. അതോടുകൂടി തന്നെ മറ്റു പൂരങ്ങൾ കൂടിയുള്ള മറ്റു പൂരങ്ങൾക്ക് വടക്കുംനാഥനിലേക്ക് എത്താനുള്ള ഒരു അനുമതി കൂടിയാണ് ഇതോടുകൂടി നൽകുന്നത്. നാളെ ആദ്യം എത്തുന്ന ഘടകപൂരം അത് കണിമംഗലം ശാസ്താവിൻ്റെയാണ്. പുലർച്ചെ 6 മണിക്ക് കണിമംഗലം ശാസ്താവ് കണിമംഗലം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. സൂര്യോദയത്തിന് മുന്നേ തന്നെ വടക്കുംനാഥനെ വണങ്ങി ശാസ്താവിൻ്റെ പൂരം അവസാനിക്കും. അങ്ങനെയാണ് ഈ കണിമംഗലത്തിൽ നിന്നുള്ള പൂരം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് സൂര്യോദയത്തിന് മുന്നേ തന്നെ ശാസ്താവ് വണങ്ങി ഇറങ്ങണം എന്നുള്ളൊരു ആണ് ഇതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് തുടർന്നുള്ള ഘടകപൂരങ്ങൾ എല്ലാം തന്നെ നടക്കും. അതിനുശേഷമാണ് വൈകിട്ടാണ് പ്രധാന പൂരങ്ങളായിട്ടുള്ള തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെയും പൂരം നടക്കുക. 6 മണിക്കാണ് ഈ വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള കുടമാറ്റ ചടങ്ങ് നടക്കുക.
ആതിര. കൊടിയേറ്റ സമയത്ത് നെയ്തലക്കാവിൽ 2 കൊടികളാണ് ഉയരുന്നത്. പൂരദിവസം രാവിലെ, അതായത് നാളെ 11 മണിയോടെ എത്തുന്ന നെയ്തലക്കാവ് ഭഗവതി പകൽപൂരവും രാത്രി പൂരവും കഴിഞ്ഞാണ് മടങ്ങുക. പൂരത്തിലെ അവസാനത്തെ ചെറുപൂരം കൂടിയാണ് നെയ്തലക്കാവ് ഭഗവതിയുടേത്. കിരൺ, മറ്റെല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടോ? മറ്റ് തിരക്കുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കുന്ന രീതിയിലുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ടോ? അതിലെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഘടകപുരങ്ങളിലെ ചെറിയ പൂരമാണ് നെയ്തലക്കാവിലേത്. എന്നിരുന്നാൽ പോലും പൂരത്തിന് മറ്റ് ഘടകക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ അനുമതി നൽകുന്നത് നെയ്തലക്കാവിൽ തന്നെയാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 2 കൊടികൾ കൊടിയേറ്റത്തിൻ്റെ സമയത്ത് ഉയരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി നെയ്തലക്കാവിൽ ഉണ്ട്. ഈ പൂരം ആരംഭിക്കുന്ന, അതായത് വിളംബരം വരുന്നത് നെയ്തലക്കാവിൽ അമ്മയുടെ വരവോടുകൂടി തന്നെയാണ്. എന്നാൽ പൂരം അവസാനിക്കുന്നത് നെയ്തലക്കാവിൽ അമ്മയുടെ തിരിച്ചുപോക്കോടുകൂടി തന്നെയാണ്. ഇങ്ങനെ പൂരത്തിലെ ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ് നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളെല്ലാം തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശകരമായ മണിക്കൂറുകളാണ്. ഈ ഒരു മെഗാ ഈവൻറ്റ് ഏകദേശം 36 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ തൃശ്ശൂർ പൂരം. ഇതിൽ പല ചടങ്ങുകളുണ്ട്. പ്രത്യേകിച്ച് ഇലഞ്ഞിത്തറമേളം, നാളെ നടക്കുന്ന ഇലഞ്ഞിത്തറമേളമുണ്ട്, ഘടകപൂരങ്ങളുടെ പൂരമുണ്ട്, മടത്തിൽ വരവുണ്ട്. ഈ പരിപാടികൾക്കെല്ലാം തന്നെ തുടക്കം കുറിക്കുന്നത് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറക്കുന്നതോടുകൂടിയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ മുഴുവനും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെതായ സമയത്തിലേക്കാണ്. ആതിര. മനോജ് കൂടി ചേരുന്നുണ്ട് തെക്കേ ഗോപുര നടയിൽ നിന്നും. മനോജ്, പ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരം ഇത് നടക്കാൻ പോകുന്നു. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പുമേന്തി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ. ആതിര, നെയ്തലക്കാവമ്മയുടെ തിടമ്പുമേന്തി ശിവകുമാർ പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും 10 മണിയോടുകൂടി ഈ വടക്കുംനാഥ സന്നിധിയിലേക്ക് ശിവകുമാർ എത്തിച്ചേരും. തുടർന്ന് നെയ്തലക്കാവിൽ അമ്മയാണ് പൂരത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി തേടി പൂരവിളംബരം നടത്തുക. എന്തായാലും വടക്കുംനാഥന് മുന്നിൽ വണങ്ങി പൂരവിളംബരത്തിനുള്ള എല്ലാവിധ ചടങ്ങുകളും, അതായത് ഈ തെക്കേ ഗോപുര നടയാണ് തള്ളി തുറക്കുക. അതിനു വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുകയാണ്. പൂരാവേശത്തിലേക്ക് നാടും നഗരവും ഒന്നാകെ കടക്കുമ്പോൾ ഇന്ന് പൂര വിളംബരത്തിന് കൂടെ സാക്ഷിയാകാൻ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അവസാനഘട്ട ഒരുക്കങ്ങളാണ്. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പുമേന്തി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും. വളരെയധികം ആവേശപൂർവ്വമാണ് ഈ നെയ്തലക്കാവ് ഒരു ക്ഷേത്രത്തിൽ നിന്നും പൂരപ്രേമികളും അതുപോലെ തന്നെ ഭക്തജനങ്ങളും ഒക്കെ ഒരു പൂരാവേശത്തിൽ തന്നെയാണ് അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞത്. എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അതിലും കൂടുതൽ ആൾക്കാർ ഈ ഒരു തെക്കേ ഗോപുര നടയിൽ തിങ്ങി നിറയും. എല്ലാ വർഷവും കാണുന്നത് പോലെ തന്നെ വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെ ഈ തെക്കേ ഗോപുര നട ഈ വലിച്ചു തുറക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഇന്ന് ഈ പൂരാവേശത്തിലേക്ക് നാടൊന്നാകെ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സാമ്പിൾ വെടിക്കെട്ടിലടക്കം നിരവധി പേർ ആസ്വദിക്കുവാനായി എത്തി. നാളെയാണ് പൂരം നടക്കുക. ആ പൂരത്തിൻ്റെ ഭാഗമാകുവാൻ ലക്ഷക്കണക്കിന് പേർ ഈ തൃശ്ശൂരിൻ്റെ ഈ ഒരു വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ടുള്ള അവസാനഘട്ട സുരക്ഷാ ക്രമീകരണങ്ങളിലൊക്കെയാണ് പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ. എന്തായാലും ഇന്നത്തെ ചടങ്ങുകൾ ഈ ഒരു പൂര വിളംബരമാണ്. ആ പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ പുറപ്പെട്ട് വന്നിരിക്കുകയാണ്. ഓരോ ഭാഗത്തു നിന്നും ഈ സ്വരാജ് റൗണ്ട് കറങ്ങി നായ്ക്കനാൽ വഴി പടിഞ്ഞാറേ നടയിലേക്ക് പ്രവേശിച്ച ശേഷം വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് നെയ്തലക്കാവമ്മ പ്രവേശിക്കും. അതിനുശേഷം വടക്കുംനാഥനെ വണങ്ങി അവിടെ നിന്നും അനുമതി തേടിയാണ് ഈ തെക്കേ നട തുറന്നുകൊണ്ട് നിലപാട് തറയിലെത്തി പൂര വിളംബരം നടത്തുക. പൂര വിളംബരം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂരാവേശത്തിലേക്ക് നാടൊന്നാകെ കടക്കുകയാണ്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പം വടക്കുംനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഓരോ ഘടകപൂരങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്നായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. നാളെയാണ് ഈ പൂരത്തിൻ്റെ ഭാഗമായി ഘടകപൂരങ്ങളും ഇങ്ങോട്ടേക്ക് എത്തുക. 8 ഘടകക്ഷേത്രങ്ങളാണുള്ളത്. ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും പൂരം ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളാണ് ഈ പ്രധാന പങ്കുവഹിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിൽ ഇരു വിഭാഗങ്ങളുടെയും ആനകൾ ഇവിടേക്ക് എഴുന്നള്ളിയെത്തും. തുടർന്ന് കുടമാറ്റം ഉൾപ്പെടെ നടക്കും. രാവിലെ തിരുവമ്പാടി ഇറക്കമാണ്. അതിനുശേഷം മടത്തിൽ വരവ്,
പിന്നെ ഇലഞ്ഞിത്തറ മേളവും അതുപോലെ തന്നെ കുടമാറ്റവും ഒക്കെ വലിയ ആകർഷണീയമായിട്ടുള്ള ഈ കുടകളൊക്കെയാണ് ഇപ്രാവശ്യം സസ്പെൻസ് ആയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിലൊക്കെ തന്നെ വലിയ ആകാംക്ഷയിലുമാണ് ജനങ്ങൾ. അതിൻ്റെയൊക്കെ തന്നെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചമയപ്രദർശനത്തിലൊക്കെ കണ്ടതാണ്. എന്തായാലും നിരവധി പേർ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ തന്നെ ഈ തെക്കേ ഗോപുര നട തുറക്കൽ കാണുവാൻ വേണ്ടിയിട്ടും എത്തി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം പൂരം എങ്ങനെയാ? പൊളി കളറാക്കും. ഇന്നിപ്പോൾ ഈ നട തുറക്കുന്ന കാണാൻ വേണ്ടിയിട്ട് എത്തിയേട്ടാ. അതെ, എന്തായാലും ഏകദേശം ഒരു 11 മണിയോടെ ആവും. അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരുന്ന് കാണും. കാണും. കഴിഞ്ഞ വർഷം എത്തിയിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ എങ്ങനെയാണ് പൂരം പൊളിക്കാനുള്ള പരിപാടി? നാളെ പൊളിക്ക്. അപ്പോൾ എന്തായാലും ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഈ തെക്കേ ഗോപുര നടയിൽ ഇപ്പോൾ തന്നെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഓരോരുത്തരായി ഈ നടയ്ക്ക് മുന്നിൽ നടയുടെ അരികിലൊക്കെയായി ഇപ്പോഴേ എത്തി സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും എറണാകുളം ശിവകുമാർ ഈ നട തുറക്കുമ്പോൾ അത് കാണുവാൻ വേണ്ടിയാണ് ഇവിടെയുള്ള ഓരോരുത്തരും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ പൂര വിളംബരത്തിൻ്റെ ഭാഗമായി നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടു. ആ പുറപ്പാടിനൊപ്പം തന്നെ നിരവധി പേരും കൂടെയുണ്ട്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തുമ്പോൾ തന്നെ ആരവങ്ങൾ മുഴങ്ങും. തുടർന്ന് അകത്തു കയറി ഓരോ ചടങ്ങുകളായി പുരോഗമിച്ച ശേഷമായിരിക്കും ഈ നട തുറക്കുക. എന്തായാലും കുറച്ചു സമയമെടുത്ത് വാദ്യമേള ഘോഷങ്ങളോടെ തന്നെയായിരിക്കും ഈ നട തുറക്കുക. അതിൻ്റെ ഭാഗമാകുവാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഇവിടെ ആ ഒരു ആവേശത്തിലെത്തിയിട്ടുള്ളത്. നാളെ നടക്കുന്ന പൂരത്തിൻ്റെ ആവേശം അത് ഇന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് ഈ പൂര വിളംബരം നടക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ആരവങ്ങൾ മുഴക്കി ഈ എറണാകുളം ശിവകുമാറിനെ വരവേൽക്കും. നെയ്തലക്കാവിൽ അമ്മയെ വണങ്ങിക്കൊണ്ട് ഓരോരുത്തരും ഈ പൂരത്തിൻ്റെ ഭാഗമാകുകയാണ്. അതിനുവേണ്ടി കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ ഈ സാംസ്കാരിക നഗരിയിലുള്ളവരും അതുപോലെ സംസ്ഥാനത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നുള്ളവരും സംസ്ഥാനത്ത് പുറത്തു നിന്നുള്ളവരും ഒക്കെ ഇന്ന് തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ഓരോ ചമയ പ്രദർശനത്തിനും കാണുവാൻ വേണ്ടി ആനച്ചമയ പ്രദർശനത്തിൽ കുടകളും അതുപോലെ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ഒക്കെയായി അങ്ങനെ വലിയ ആകർഷണീയമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെയൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് സാമ്പിൾ വെടിക്കെട്ടിന് നമ്മൾ കണ്ടത്. വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം ആ സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന പൂരവിളംബരത്തിലും അത് തന്നെയാണ്. വലിയ തരത്തിലൊരു ജനപങ്കാളിത്തം ഉണ്ടാകും. നാളെ നടക്കുന്ന പൂരത്തിലാണെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഇപ്രാവശ്യവും നിരവധി പേരാണ്, അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ പേർ ഇപ്രാവശ്യം പൂരത്തിന് പങ്കാളികളാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ തന്നെ ഇവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുവാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് വരികയാണ്. നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇവിടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ച ശേഷം ഓരോരുത്തർക്കും ഈ പൂരവിളംബരം കാണുവാനുള്ള സൗകര്യമൊരുക്കുകയാണ്. അതിൻ്റെ ഈ തെക്കേ ഗോപുരനട അലങ്കരിക്കുന്നതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ഈ തെക്കേ ഗോപുരനട, വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലാണ് ഈ പൂരവിളംബരം നടക്കുക. നിലപാട് തറയിൽ ഈ ശംഖുനാദം മുഴങ്ങുന്നതോടുകൂടി ഈ പൂരവിളംബരം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചടങ്ങിലേക്ക് കടക്കും. പിന്നീട് അങ്ങോട്ട് പൂരക്കാഴ്ച തന്നെയാണ് നമ്മൾ ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ കാണുവാൻ പോകുന്നത്. വടക്കുന്നാഥൻ എപ്പോഴും ഒരു മൂകസാക്ഷിയായി, പൂരത്തിൻ്റെ മൂകസാക്ഷിയായി തന്നെ ഇവിടെ ഉണ്ടാകും. ശക്തൻ തമ്പുരാനാണ് ഈ ഒരു തൃശ്ശൂർ പൂരത്തിന് തുടക്കമിട്ടത്. 200 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു പൂരത്തിന് ഇവിടെ നിന്നും ആനകളെ എഴുന്നള്ളിച്ച് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് പിന്നീട് തൃശ്ശൂരിലേക്ക് തന്നെ, ഈ തൃശ്ശൂരിൻ്റെ നഗരത്തിലേക്ക് തന്നെ ഒരു പൂരം വേണമെന്നുള്ള ഒരു തീരുമാനമുണ്ടായി. അത് ശക്തൻ തമ്പുരാൻ നേതൃത്വം കൊടുത്താണ് ഈ പൂരത്തിന് തുടക്കമിട്ടത്. ആ പൂരം ഇന്നും ആ തനിമയോടുകൂടി തന്നെ ഇന്ന് തെക്കേ ഗോപുര നടയിൽ കുടമാറ്റവും ഇലഞ്ഞിത്തറമേളവും മടത്തിൽ വരവും ഒക്കെയായി വിവിധ ചടങ്ങുകളായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും അതിൻ്റേതായിട്ടുള്ള തനിമ ഉയർത്തി അത്തരത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി ലക്ഷക്കണക്കിന് പേർ സാക്ഷ്യം വഹിക്കുന്ന ഒരു പൂരം, അവരൊക്കെ ആരവങ്ങൾ മുഴക്കിക്കൊണ്ട് ആവേശത്തോടുകൂടി ഒരു വരവേൽക്കുന്ന ആ ഒരു ആഘോഷമാക്കി മാറ്റിയത്. ഇന്ന് ലോകപ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ ഉത്സവം, ഏറ്റവും വലിയ പൂരം അത് തൃശ്ശൂർ പൂരമാണ്. അത്തരത്തിൽ ശക്തൻ തമ്പുരാൻ്റെ അന്നത്തെ തീരുമാനം ഇന്നും ഈ നാടും ജനതയും ഒന്നാകെ തന്നെ ഇന്നും ആഘോഷിച്ചു വരികയാണ്. അത് ഓരോ ക്ഷേത്രങ്ങളായി 8 ഘടകക്ഷേത്രങ്ങളെത്തും. ആ ഘടകപൂരങ്ങളെ വരവേറ്റുകൊണ്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആ കുടമാറ്റം കാണുവാൻ വേണ്ടി, വെടിക്കെട്ട് കാണുവാൻ വേണ്ടി, എല്ലാ തരത്തിലും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആസ്വദിക്കുവാൻ വേണ്ടിയാണ് ഈ ജനങ്ങളൊക്കെ എത്തുന്നത്. എന്തായാലും സാംസ്കാരിക തനിമയിൽ ഊന്നിയുള്ള ഈ ഒരു പൂരം അത് എന്നും ജനങ്ങളുടെ കേരളത്തിൽ എവിടെയായാലും തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഈ തൃശ്ശൂരിൻ്റെ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് എത്തുവാൻ ആരും മറക്കാറില്ല. അത് തന്നെയാണ് ഇപ്രാവശ്യവും തൃശ്ശൂരിലേക്ക് ഓരോരുത്തരും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ വടക്കുന്നാഥൻ്റെ മണ്ണ് അത്രയുമധികം തിരക്ക് ആയിരുന്നു. സാമ്പിൾ വെടിക്കെട്ടിന് പോലും ഇത്രയധികം തിരക്ക്. ഇനി വരുന്ന പ്രധാന വെടിക്കെട്ടിന് എങ്ങനെയായിരിക്കും, ഈ പൂരത്തിന് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ. കാരണം ഒട്ടനവധി ജനങ്ങളാണ് പുറത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകളൊക്കെ ഓരോന്നും മനസ്സിലാക്കുവാൻ വേണ്ടി, അത് പഠിക്കുവാൻ വേണ്ടി, അതോടൊപ്പം അത് ആസ്വദിക്കുവാൻ വേണ്ടി, ആഘോഷിക്കുവാൻ വേണ്ടിയൊക്കെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളും എല്ലാ ഭാഗത്തു നിന്നും നടക്കുകയാണ്. എന്തായാലും ആശങ്കയൊക്കെ ആദ്യമുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒഴിയുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയിരുന്നു ആശങ്കയൊക്കെ ഒഴിഞ്ഞു. ഇനി വലിയ രീതിയിൽ ഒരു നല്ലൊരു പൂരം നടത്തുവാൻ തന്നെയാണ് ഇനി അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഈ പൂര വിളംബരത്തോടുകൂടി ആ പൂരത്തിലേക്ക് കടക്കുകയാണ്. നാളെയാണ് പ്രധാന പൂരം നടക്കുക. ആ പൂരാവേശത്തിൻ്റെ ആ ഒരു ആരവങ്ങളിൽ, ആ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആതിര, പൂരാവേശത്തിൽ തൃശൂർ മാറിക്കഴിഞ്ഞു. വടക്കുംനാഥനെ സാക്ഷിയാക്കി തൃശൂരിൽ നിന്ന് പൂരവിളംബര ചടങ്ങിനായി നീത്തലക്കാവിലമ്മ പുറപ്പെട്ടു. നീത്തലക്കാവിൽ അമ്മയുടെ തിടമ്പുമേന്തി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരം തുറക്കും. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാറും ഒപ്പം എം മനോജും.